മാധുര്യമേറിയ ദൈവതിരുനാമത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഈ ഭാഗം നാം വായിക്കുമ്പോൾ മാന്യനായ ഒരു സഹോദരനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. അവൻ്റെ പേര് യബ്ബേസ് എന്നാണ്. യബ്ബേസിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ വളരെയധികം കടുത്ത നിരാശയിലൂടെ, വേദനയിലൂടെ, ദുഃഖത്തിൻ്റെ താഴ്വരയിലൂടെ കടന്നുപോയ ഒരു ചെറുപ്പക്കാരനാണ് ഈ സഹോദരൻ. അവൻ്റെ അമ്മയോട് ചോദിച്ചാൽ അവൻ്റെ അമ്മ പറയുന്നൊരു പ്രസ്താവനയുണ്ട്. യബ്ബേസ് എന്ന എൻ്റെ മകനെ ഞാൻ ജന്മം കൊടുത്ത വേളയിൽ, ഞാൻ പ്രസവിച്ച സമയത്ത് വ്യസനത്തോടുകൂടി, വേദനയോടുകൂടി, നിരാശയോടുകൂടിയാണ് ഞാൻ അവന് ജന്മം കൊടുത്തത്. അതുകൊണ്ട് ഞാൻ അവന് യബ്ബേസ് എന്ന് പേരിട്ടു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മ തന്നെ പറയുകയാണ് അവനൊരു വ്യസന പുത്രനാണെന്ന്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാന്യ സ്നേഹിത, നിന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും, നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ട പലരും ഒരുപക്ഷെ നീ ഒരു വ്യസനപുത്രനാണ്. ജനിച്ച കാലം മുതൽക്കേ തന്നെ നീ നിമിത്തം വലിയ വേദനയാണ് കുടുംബത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള ചിന്ത നിന്നെ കുഞ്ഞുനാൾ മുതൽ മുറിപ്പെടുത്തുന്നുണ്ടോ? ഞാൻ പറയട്ടെ, നിന്നെ ആരും സ്നേഹിച്ചില്ല എങ്കിലും, നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെങ്കിലും, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം പ്രിയ സ്നേഹിത നീ മറക്കരുത് കേട്ടോ. ഈ യബ്ബേസ് എല്ലാവരാലും ത്യജിക്കപ്പെട്ട ഒരു വ്യസനപാത്രമായ ഈ യബ്ബേസ്, അവന് മറ്റാരിൽ നിന്നും ഇനി സമാധാനമോ സ്വസ്ഥതയോ സ്നേഹമോ കിട്ടില്ല എന്ന തിരിച്ചറിവുണ്ടായിട്ട് അവൻ്റെ അവസാനത്തെ പ്രതീക്ഷയായ, അത്താണിയായ സാക്ഷാൽ ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്താ? ദൈവമേ, നീ എൻ്റെ അതിർവരമ്പുകളെ ഒന്ന് വിശാലമാക്കണം. ഞാൻ പറയട്ടെ, നമുക്ക് പല നിലയിലുള്ള അതിർവരമ്പുകളുണ്ട്. ലോകം, നമ്മുടെ ബന്ധുക്കളും ചർച്ചക്കാരും ചില അതിർവരമ്പുകൾ നമുക്ക് നിശ്ചയിച്ച് വച്ചിട്ടുണ്ട്. ഇതിനപ്പുറം നീ ഉയരത്തില്ല എന്ന് ലോകം ഒരുപക്ഷെ കുഞ്ഞെ നിനക്ക് എതിരെ വിധി എഴുതിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഇസ്രായേലിൻ്റെ ദൈവത്തോട് നിന്റെ പരിമിതികൾ ഒന്ന് പറയാൻ തയ്യാറാകുക. യബ്ബേസിൻ്റെ അതിർവരമ്പുകളെ വിശാലമാക്കിയതുപോലെ കുഞ്ഞെ, നിന്റെ അതിർവരമ്പുകൾ എത്ര അധികം പരിതാപകരമായിക്കോട്ടെ, ആ അതിർവരമ്പുകളെ വിശാലമാക്കിക്കൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ നിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ചാരത്തിൽ നിന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ആ ദൈവത്തിന് കഴിയും കേട്ടോ. അതുകൊണ്ട് ആ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. നിന്റെ അതിർവരമ്പുകളെ അവൻ വിശാലമാക്കാൻ പോവുകയാണ്. മേ ഗോഡ് ബ്ലസ്.